ഇതേ ഈ സ്ഥലമാണടാ. പിന്നെ ഒരുപാട് സിനിമയിലൊക്കെ ആവിഷ്കരിച്ചിട്ട് തോന്നുന്നു. നടുക്ക് അല്ല, രണ്ട് സൈഡും തെങ്ങ്, അപ്പുറം പാടം. മനോഹരമാണ്. ഇപ്പോൾ ഈ മഴ ആയതുകൊണ്ട് എത്രത്തോളം രസമുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അല്ലാത്ത പക്ഷം ഇത് കാണാൻ നല്ല രസമാണ്. വണ്ടികളൊന്നും നിർത്താൻ പാടില്ല ശരിക്കും. ഇവിടെ അപ്പുറം ഒന്നും പാർക്കിംഗ് ഒന്നും അലൗഡല്ല. ഒരുപാട് ഫോട്ടോഷൂട്ടും വീഡിയോ ഒക്കെ നിരന്തരം നടക്കണോ. നല്ല തിരക്കുള്ള സ്ഥലമാണ്. പക്ഷെ ഇപ്പം എന്തുകൊണ്ടോ മഴയായിട്ട് അത്ര വലിയൊരു കാഴ്ച അനുഭവം നമുക്ക് തോന്നിയില്ലല്ലേ വന്നിട്ട്. ഇതെന്ന് വെച്ചാൽ ഈ കാഴ്ച അപ്പുറം നോക്കാം ആൾക്കാർക്ക് ഭയങ്കര വ്യൂ ആണ്. കണ്ണജിപ്പിക്കുന്ന മഴയാണ്. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ മഴയത്ത് ഗോവ പൊതുവെ ആർക്കും അത്ര വലിയൊരു സൗന്ദര്യം കിട്ടുന്ന സ്ഥലമൊന്നും അല്ല കേട്ടോ. മഴ എന്ന് പറയുന്നത് ഗോവനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് തന്നെയാണ്. ടൂറിസം മസ്സേഷൻ നടക്കാത്ത സമയമാണ് മഴ എന്ന് പറയുന്നത്. മനോഹരം തന്നെയാണ് അല്ലേ. മഴ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വന്നുകൊണ്ട് ആസ്വദിക്കാം ഇപ്പൊ ഗോവ. അല്ലാത്ത പക്ഷെ ആരും ഗോവയ്ക്ക് ഇപ്പൊ വരരുത്. മഴ ഇഷ്ടപ്പെടുന്ന ആസ്വദിക്കാൻ പറ്റുന്നവർക്ക് ഇതേപോലെ ചെയ്യാം. അതല്ലാത്ത പക്ഷം ഗോവ ഇപ്പൊ അനുയോജ്യം അല്ലായിരിക്കും. പക്ഷെ ഈ റോഡ് അഞ്ചി മനോഹരമാണ്. മഴ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ അതിലേറെ രസമായിരിക്കാം. ഇവിടെ ഒരുപാട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടടാ. പറ ഗോവയിലെ ടൂറിസം സ്പോട്ടാട്ടോ അത്. ഗോവയിലെ ടൂറിസം സ്പോട്ടാണ്. എന്താണ് ഇവിടെ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമായിട്ട് പറയാനൊന്നുമില്ല. കാര്യങ്ങളൊക്കെ ആസ്വദിക്കുന്ന ആൾക്കാരെ ഇത് വരാൻ കാണാൻ ആസ്വദിക്കാം. നോക്കാം. ഇങ്ങനെ മഴയായിട്ട് എത്രങ്ങാനും ആളുകളുണ്ട് അല്ലേ. ഇങ്ങനെ മഴയായിട്ടും കൂടെ കണ്ടமான ആളുകളുണ്ടല്ലോ. കണ്ടെങ്കിൽ കഴിഞ്ഞിട്ടോ ആ ഏരിയ കഴിഞ്ഞു. പാടുള്ള പറ